എല്ലാവർക്കും ഒരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ദ ഡേ 1 ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊരു ഡെയിലി വ്ളോഗ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. സോ ഡേ 1 ഐ എം ഹാവിങ് എ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇറ്റ്സ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് സം ലൈക്ക് ആപ്പിൾ, ബനാന, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്ന കാരണം തന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ അൺപാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് എടുക്കരുത്. അതായത് ഒരു ആപ്പിൾ ഫുള്ള് അങ്ങനെ എടുക്കരുത്. ഒരു 1 or 2 സ്ലൈസ് ആപ്പിൾ, പിന്നെ ഹാഫ് പീസ് ബനാന, ഒരു 3 or 4 ഗ്രേപ്സ്. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്ത് എടുക്കണം. പിന്നെ ആസ് യൂഷ്വൽ ഗ്രീൻ ടീ. ഇത് ഞാൻ ബേബിക്ക് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ്. ബേബിക്ക് നമ്മളെ പോലെ അല്ലല്ലോ, അവർക്ക് ഒന്നും കൂടിയും പോർഷൻ കൂടുതൽ വേണം. ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് സോഫ്റ്റ് ബോയിൽഡ് എഗ്ഗാണ് കുറച്ചും കൂടി ഇഷ്ടം. ഹാർഡ് ബോയിൽഡ് എഗ്ഗാണ്. സോഫ്റ്റ് ബോയിൽഡ് ആകുമ്പോൾ വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അറിയാം, സോഫ്റ്റ് ഉള്ളിലെ യോക്ക് ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസി. അപ്പോൾ മാക്സിമം ഫ്രൂട്ട് ബോൾസ് ഉണ്ടാക്കാം, പക്ഷെ അത് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് കഴിക്കണം. ഇല്ലെങ്കിൽ ഓവർ ഹെവി ആയി പോവും, അല്ലെങ്കിൽ ഹൈ ഷുഗർ ബ്രേക്ക്ഫാസ്റ്റ് ആയി പോവും. അപ്പോൾ എല്ലാവരും കുറച്ചായിട്ട് എടുക്കുക. 1 or 2 സ്ലൈസ് ഓഫ് ആപ്പിൾ, ഒരു ഹാഫ് അല്ലെങ്കിൽ ക്വാർട്ടർ ബനാന, ഫോർ ഇന്ന് ഞാനൊരു പോഹ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പോഹ റൈസ് വെച്ച് കൊണ്ടാണ് യൂഷ്വലി ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്യാരറ്റ്, ഒരു ഒണിയൻ, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് കൊറിയാണ്ടർ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പോഹയിൽ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു ലെമൺ സ്ലൈസും, പിന്നെ 2-3 ഗ്രീൻ ചില്ലീസും, കറി ലീവ്സും. ഇത്രയാണ് നമ്മുടെ റെസിപ്പിക്ക് വേണ്ടത്. സിമ്പിൾ, ഒരു ഹെൽത്തി ഗോ ടു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാ വെജിറ്റബിൾസും ഫൈനലി ചോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാനിൽ സോട്ടേ ചെയ്ത് അതിലേക്ക് റൈസ് ഫ്ലേക്സ് അല്ലെങ്കിൽ ഓട്സ്, പിന്നെ നമുക്കത് വേണമെങ്കിൽ റവ ഉപ്മ പോലെ ആയാലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വെജിറ്റബിൾസൊക്കെ ആഡഡ് ആയിരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതാണ് ട്രൈ ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ അടുത്ത വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു സീരീസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഇംഗ്ലീഷ് സീരീസ്. നിങ്ങൾ ഏതെങ്കിലും സീരീസ് അടുത്ത കാലത്ത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻസിൽ പറയാം. ഞാൻ കൂടുതലും മിസ്റ്ററി, ത്രില്ലർ ടൈപ്പ് സീരീസാണ് കാണാറ്. പിന്നെ എല്ലാ ലാംഗ്വേജസിലും കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, ബോളിവുഡ്, ഹിന്ദി, തമിഴ്, പിന്നെ അത് കൂടാതെ കൊറിയൻ, ജാപ്പനീസ്.
വെജിറ്റബിൾസും ഞാൻ ഒരുമിച്ചിട്ട് യൂഷ്വലി കടുക് പൊട്ടിച്ചിട്ട് പിന്നെ എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ റൈസ് മിക്സ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. വെള്ളം ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കഴിക്കാൻ ഭയങ്കര സോഗി കിട്ടും, പിന്നെ ഒട്ടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ എനിക്ക് ചിലർക്ക് അതങ്ങനെ ഇഷ്ടമായിരിക്കും, ഒരു സൂപ്പി കൺസിസ്റ്റൻസിയിലൊക്കെ. പക്ഷെ എനിക്കത് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് 2 സ്പൂൺ 3 സ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ടത് മൂടി വെക്കും.
ആസ് യൂഷ്വൽ ഗ്രീൻ ടീ ഒരു മസ്റ്റാണ്. ഡെയിലി ഞാൻ കുടിക്കുന്ന ഒരു സാധനമാണ് ഗ്രീൻ ടീ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ടീറ്റ്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് കുറച്ചും കൂടി ഡിഫൈൻഡ് ഫ്ലേവറാണ്. ഇറ്റ്സ് ലൈക്ക് വിത്ത് ജിഞ്ചർ, ലെമൺ, പിന്നെ ഗ്രീൻ ടീ, അങ്ങനെ ഫ്ലേവേർഡ് ഗ്രീൻ ടീ ആണ്. അപ്പോൾ നമുക്കതൊരു ഡീടോക്സിഫൈങ് എഫക്റ്റ് തരും. കുടിക്കുമ്പോൾ തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ്. പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് എന്ന് പറഞ്ഞ സെറം ആൻഡ് അതിൻ്റെ ക്രീം. ഇറ്റ്സ് 5% കോൺസെൻട്രേഷനാണ്. സോ നിയാസിനമൈഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്കിൻ കെയറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഓപ്പൺ പോഴ്സ്. ഇത് ജെൽ ക്രീമാണ്, അതുകൊണ്ട് തന്നെ ആ പോഴ്സിനൊന്നും ക്ലോഗ് ചെയ്യില്ല. ലൈക്ക് പിമ്പിൾസ്, സ്ട്രോൺ സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇത് സ്റ്റിക്കി അല്ല, അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്രീമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ലാബെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വാസ്ലിൻ്റെ ലിപ് തെറാപ്പി എന്ന് പറഞ്ഞ ഈ ലിപ് ബാമാണ് യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ വേറൊരു ലിപ് ബാം കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി വരുന്ന വ്ളോഗിൽ കാണിക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം സ്കിൻ കെയർ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം അതും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഇത് എന്താ പറയുക, കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. ഇറ്റ് ലാസ്റ്റ് ലോങ്ങർ ദാൻ അതർ ലിപ് ബാംസ്. ട്രൈ ചെയ്ത് നോക്കാം.